അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശറഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലീ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട കടമകളെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട കടമകൾ 6 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ 5 എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 5 കാര്യങ്ങൾ മനസ്സിലാക്കാം. 1, ബിൽ മഅറൂഫി യുസല്ലിം അലൈഹി ഇദാ ലഖിയഹു, പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുക. 2, വയുജീബുഹു ഇദാ ദആഹു, വിളിച്ചാൽ ഉത്തരം നൽകുക, ക്ഷണം സ്വീകരിക്കുക. 3, വയുഷമ്മത്തുഹു ഇദാ അത്തിസ, തുമ്മിയാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ യർഹമക്കുമുല്ലാ എന്ന് പറയുക. 4, യഊദുഹു ഇദാ മരീള, രോഗിയായാൽ രോഗിയെ സന്ദർശിക്കുക. 5, ഫഇദാ ജനാസതഹു ഇദാ മാത, മരണപ്പെട്ടാൽ ജനാസയിൽ പങ്കെടുക്കുക. ഈ 5 കാര്യങ്ങളാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട കടമകളെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നത്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലാമു ഖബിലൽ കലാമി, സംസാരം ആരംഭിക്കുന്നതിന് മുമ്പ് സലാം പറയുക എന്നാണ്. അപ്പോൾ നമുക്കിന്ന് സലാം പറയുന്നതിൻ്റെ അദബുകൾ, അതിൻ്റെ മര്യാദകളും മഹത്വങ്ങളും മനസ്സിലാക്കാം. അസ്സലാമുൻ എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അസ്സലാം. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ അള്ളാഹു ഇറക്കി തന്നതാണ്. മനുഷ്യോൽപ്പത്തി ആദം നബി അലൈഹിസ്സലാം മുതൽ സ്വർഗം വരെയും നീണ്ടു നിൽക്കുന്ന അഭിവാദ്യമാണ് ഇസ്ലാമിൻ്റേതായ സലാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ഒരു പറ്റം ഉപവിഷ്ടരായ മലക്കുകളുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞു, ഓ ആദമേ, താങ്കൾ പോയി ആ മലക്കുകളോട് സലാം പറയുക. മലക്കുകൾ എന്താണ് തിരിച്ചു പറയുന്നത് എന്നാൽ അതാണ് താങ്കളുടെയും താങ്കളുടെ സന്താനങ്ങളുടെയും അഭിവാദ്യം. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം പോയി മലക്കുകളോട് അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സമാധാനം രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ബറകാതുഹു എന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൻ നിസാഇൽ 86 ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഹസന മിൻഹാ ഔ റുദ്ദൂഹാ. വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ, ആരെങ്കിലും ഒരു ഉപചാര വചനം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണെങ്കിൽ ഫഹയ്യു ബി അഹ്സന മിൻഹാ, അതിനേക്കാൾ ഉപചാര വചനം കൊണ്ട് നിങ്ങൾ അവരെയും അഭിവാദ്യം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ തിരിച്ചു നൽകുക. അതായത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നും പറയാം, അസ്സലാമു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നും പറയാം. 2 രീതിയിൽ സലാം അടക്കാവുന്നതാണ്. ബറക്കാത്തുഹു എന്നും സഹാബാക്കൾ അധികരിപ്പിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമാധാനം രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇതൊരു പ്രാർത്ഥന കൂടിയാണ്. അള്ളാഹു പ്രവാചകന്മാർക്കും മലക്കുകൾക്കും സലാം പറഞ്ഞിട്ടുണ്ട്. സ്വർഗവാസികളുടെ അഭിവാദ്യവും സലാം തന്നെയാണ്. സ്വർഗത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ സ്വർഗവാസികൾ സ്വർഗത്തിനടുത്ത് വരുമ്പോൾ ഈ സലാം കൊണ്ടാണ് അഭിവാദ്യം ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അള്ളാഹു അവരോടും അവർ അള്ളാഹുവിനോടും സലാം കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു.
പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ സുമറിൽ അള്ളാഹു പറയുന്നുണ്ട്. അത് ആയത്ത് 73 ആയത്തിൽ അള്ളാഹു പറയുന്നു, വസൈകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ ജാബൂഹാ ഫഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഹസനതുഹാ സലാമുൻ അലൈക്കും തുബ്തുഹും ഫദ്ഖുലൂഹാ ഖാലിദീൻ. വസൈകല്ലദീന തഖൗ റബ്ബഹും തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ഇലൽ ജന്നത്തി സുമറ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി ആനയിക്കപ്പെടുമ്പോൾ ഹത്താ ഇദാ ജാബൂഹ അവർ ആ സ്വർഗത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഫുത്തിഹത്ത് അബ്വാബുഹ ആ സ്വർഗവാതികൾ തുറന്ന നിലയിലായിരിക്കും. വഖാല ലഹും അവരോട് സ്വർഗത്തിലെ കാവൽക്കാരായ മലക്കുകൾ പറയുന്നതാണ്, ഹസനത്തുഹ സലാമുൻ അലൈക്കും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം രക്ഷയുണ്ടാകട്ടെ. വതുബ്തുഹും നിങ്ങൾ സംശുദ്ധരായിരിക്കുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ നിങ്ങൾ നിത്യവാസികളായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയുന്നതാണ്. അള്ളാഹു പറയുന്നു, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ കൗല് രൂപത്തിൽ അള്ളാഹു സലാം പറയുന്നുണ്ട്. സത്യവിശ്വാസികൾക്ക് സലാം പറയുമെന്ന് വ്യക്തമാക്കി തരികയാണ്. സൂറത്തിൽ യാസീനിൽ കാണാം, സലാമൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം. പരമകാരുണികനായ അള്ളാഹു സ്വർഗവാസികൾക്ക് വാക്കുരൂപത്തിൽ അള്ളാഹു സലാം പറയുന്നു. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണെന്നറിഞ്ഞിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ നിങ്ങൾ സത്യവിശ്വാസികളാകുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ സത്യവിശ്വാസികളാകുകയുമില്ല. അതിന് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, നിങ്ങൾ പരസ്പരം സലാമിനെ പ്രചരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ സ്നേഹമുള്ളവരായിത്തീരും. അലാമൻ അറഫ്ത നിങ്ങൾക്ക് അറിയാവുന്നവർക്കും മൻലം താരിഫ് നിങ്ങൾ അറിയാത്തവർക്കും നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മുസാഫഹ ഹസ്തദാനം ചെയ്യലും മുആനക ആലിംഗനം ചെയ്യലും കൈ ചുംബിക്കലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ മുസ്ലിമീന യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗഫറ ലഹുമാ ഖബല അൻ യഫ്തരികൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ മുസ്ലിമീന രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ യൽതഖിയാനി അവർ കണ്ടുമുട്ടിയാൽ ഫയതസാഫഹാനി അവർ മുസാഫഹ ചെയ്താൽ ഇല്ലാ ഗഫറ ലഹുമാ ഖബല അൻ യഫ്തരികൻ അവർ ആ സ്ഥലത്ത് നിന്നും പിരിയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ അഭിവാദ്യം സമയബന്ധിതമല്ല. ഏതവസരത്തിലും സുഖത്തിലും ദുഃഖത്തിലും പറയാൻ പറ്റുന്ന ഒരേ ഒരു അഭിവാദ്യം ഇസ്ലാമിൻ്റേത് മാത്രമാണ്. എന്നാൽ മറ്റ് അഭിവാദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ വൈകല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സമയബന്ധിതമാണ്. രാവിലെ ആകുമ്പോൾ ഗുഡ് മോർണിംഗ്, വൈകിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകിട്ട് ഗുഡ് ഈവനിങ്, രാത്രി ഗുഡ് നൈറ്റ്, ഇങ്ങനെ സമയം അനുസരിച്ചാണ് അഭിവാദ്യം ചെയ്യുന്നത്. അത് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു അഭിവാദ്യവുമല്ല. എന്നാൽ ഇസ്ലാമിൻ്റെ അഭിവാദ്യം ഏതവസരത്തിലും സുഖത്തിലും ദുഃഖത്തിലും കഴിയുന്ന ദുഃഖത്തിലും പ്രയാസങ്ങളിലും കഴിയുന്ന ആളിനോട് ചെന്ന് പറയാം, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. എന്ത് നല്ല ഒരു അഭിവാദ്യം! അത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു അനുഭൂതിയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ സലാം പ്രചരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽപ്പെട്ടതാണ് നമ്മൾ സലാം പ്രചരിപ്പിക്കുകയും നമ്മൾ പറയുകയും നമ്മൾ അത് പ്രചരിപ്പിക്കുകയും നമ്മളുടെ സന്താനങ്ങളിൽ സലാം പറയുന്ന ശീലം വളർത്തിയെടുക്കുകയും ചെയ്യുക ഒരു പ്രാർത്ഥനയാണ്. മാത്രമല്ല ഇത് പ്രതിഫല അർഹവും കൂടിയാണ്. നമ്മൾ ബാധ്യതകൾ മനസ്സിലാക്കുവാനും അത് നിറവേറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കേവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ, സർവശക്തനായ നാഥ.
ഞങ്ങളുടെ വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഖിയാമത്ത് നാളിൻ്റെ ഭീകരമായ ദിനത്തിൽ നിൻ്റെ സിംഹാസനമായ അർശിൻ്റെ തണൽ ഞങ്ങൾക്ക് ഏകണേ റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ വിധിയിലുള്ള തിന്മയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യിനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا ما خلقت هذا باطلا سبحانك وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.